ഹായ് വെൽക്കം ബാക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പേജ് നമ്പർ 54 പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ലെറ്റ് us കണ്ടിന്യൂ ഇറ്റ്. പേജ് നമ്പർ 54, ക്വസ്റ്റ്യൻ നമ്പർ 6. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സർക്കം റേഡിയസ് 3 cm ആൻഡ് ടു ഓഫ് ദ ആംഗിൾസ് 32.5 ആൻഡ് 37.5. അതായത് നമുക്ക് സർക്കംസ് റേഡിയസ് 3 cm വരുന്ന ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. ആ ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾസ് 32.5 37.5 ആയിരിക്കണം. ഞാനിവിടെ റഫ് ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ദിസ് ഇസ് ഓൺലി എ റഫ് ഡയഗ്രാം. ഇനി ഇതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള ഡയഗ്രാം വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഐ ഹാവ് ടേക്കൺ ദ ട്രയാങ്കിൾ ആസ് ABC ആൻഡ് O as the center of the circle. Here സർക്കം റേഡിയസ്, സർക്കം സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്രയാങ്കിളിൻ്റെ 3 വെർട്ടിസസിൽ കൂടി പാസ് ചെയ്യുന്ന സർക്കിളാണ് ആ ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിൾ. ഇവിടെ ആ സർക്കിളിൻ്റെ റേഡിയസ് ആണ് 3 cm തന്നിരിക്കുന്നത്. If I join OA, OB and OC, I get two angles at the center. Consider this circle. Here minor arc AB makes two angles, one at the center O and one at the point C, which is on its alternate arc. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരാർക്ക് അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഫോം ചെയ്യുന്ന ആംഗിള് സെൻട്രൽ ഫോം ചെയ്യുന്ന ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. നേരെ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രലിലെ ആംഗിൾ ഈ പോയിന്റിലെ ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും. ആംഗിൾ ACB 37.5 ആയതുകൊണ്ട് ആംഗിൾ AOB എന്തായിരിക്കും? ആംഗിൾ AOB ഈസ് ഡബിൾ ഓഫ് ആംഗിൾ ACB ആയിരിക്കും. 2 into 37.5 ആയിരിക്കും. 75 degree we get as angle AOB. അതുപോലെ തന്നെ മൈനർ ആർക്ക് BC സെൻട്രിൽ ഫോം ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ BOC. അത് അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ഒരു പോയിന്റായ എയിൽ ഫോം ചെയ്യുന്ന ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും. അതായത് ആംഗിൾ BOC ഈസ് ഡബിൾ ഓഫ് ആംഗിൾ BAC ആയിരിക്കും. 2 into BAC 32.5. So we get angle BOC as 65 degree. Angle നമുക്ക് 65 degree കിട്ടും. This is a rough diagram only. Now we have to draw the original diagram. How can we draw the original diagram? ഇനി കോമ്പസ് എല്ലാം ഉപയോഗിച്ച് ഒറിജിനൽ ഡയഗ്രാം വരയ്ക്കണം. ആദ്യം ഫസ്റ്റ് യു ഹാവ് ടു ഡ്രോ സർക്കിൾ. ആദ്യം ഈ സർക്കിൾ വരയ്ക്കാം. 3 cm റേഡിയസ് എടുത്ത് ഒരു സർക്കിൾ വരയ്ക്കാം. അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. റേഡിയസ് ഈസ് 3 cm ആണ് ആ സർക്കിളിൻ്റെ റേഡിയസ്. ഇനി ഒരു ലൈൻ OA വരയ്ക്കാം. ജസ്റ്റ് ഡ്രോ എ ലൈൻ OA. ഈ ആംഗിൾ 75 ഡിഗ്രി ആണ്. യൂസിങ് പ്രൊട്ടാക്ടർ കൺസ്ട്രക്ട് 75 ഡിഗ്രി. അതായത് ആംഗിൾ AOB 75 ഡിഗ്രി വരുന്ന രീതിയിൽ വരയ്ക്കുക പ്രൊട്ടാക്ടർ ഉപയോഗിച്ച്. ആംഗിൾ BOC 65 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ BOC അടുത്തത് ആംഗിൾ BOC 65 ഡിഗ്രി വരുന്ന രീതിയിൽ OC വരയ്ക്കുക. ഇവിടെ 65 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യുക. ഇനി ഇവിടെ ഞാൻ ACയും BCയും ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഈ കിട്ടുന്ന ആംഗിൾ ACB എന്തായിരിക്കും? ആംഗിൾ ACB 75 ഡിഗ്രിയുടെ ഹാഫ് ആയിരിക്കും. ആംഗിൾ ACB ഈസ് ഹാഫ് ഓഫ് ആംഗിൾ AOB ആയിരിക്കും. 75ന്റെ ഹാഫ് 37.5. അതുപോലെ തന്നെ AB ജോയിൻ ചെയ്താൽ കിട്ടുന്ന ആംഗിൾ BAC എന്തായിരിക്കും? ആംഗിൾ BAC ഈസ് ഹാഫ് ഓഫ് ആംഗിൾ BOC ആയിരിക്കും. BOC 65 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഹാഫ് 32.5. So we got the required triangle ABC with two angles 32.5 and 37.5, and the circumradius of this triangle is 3 cm. So we got the required triangle with two angles 32.5 and 37.5. Circumradius is 3 cm. അടുത്ത പേജ് നമ്പർ 56 7th പ്രോബ്ലം ആണ്. Question is this: in the picture AB and CD are mutually perpendicular chords of the circle. Prove that the arcs APC and BQD joined together would make half the circle. അതായത് ഇവിടെ ABയും CDയും പെർപെൻഡിക്കുലർ ആയ രണ്ട് കോഡ്സ് ആണ്.
നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് ഈ കോഡ് എ പി സിയും കോഡ് ബി ക്യു ഡിയും ജോയിൻ ചെയ്താൽ കിട്ടുന്ന ഒരു ഹാഫ് സർക്കിൾ അല്ലെങ്കിൽ സെമി സർക്കിൾ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. We know that a semicircle subtends an angle 180 degree at the center of the circle. ഒരു സെമി സർക്കിൾ അതിന്റെ സെന്ററിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ അല്ലെങ്കിൽ ഫോം ചെയ്യുന്ന ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും. So to prove that arc APC and arc BQD join together make a semicircle. What we have to prove? We have to prove that sum of the angles formed by arc APC and arc BQD at the center is 180 degree. അതായത് ഈ ആർക്ക് എ പി സിയും ആർക്ക് ബി ക്യു ഡിയും സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ആംഗിളിൻ്റെ സമ്മ് 180 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആർക്ക് എ പി സി ആൻഡ് ആർക്ക് ബി ക്യു ഡി ടുഗദർ മേക്ക് എ ഹാഫ് സർക്കിൾ എന്ന് പറയാൻ പറ്റും. ഈ സർക്കിളിൻ്റെ സെൻറ്റർ O ആയിട്ട് എടുത്തിട്ടുണ്ട്. ലെറ്റ് O be the center of the circle. Now I have joined OA, OB, OC, AD and OD. ഈ ലൈൻസ് എല്ലാം ജോയിൻ ചെയ്തിട്ടുണ്ട്. ആർക്ക് എ പി സി അതിൻ്റെ സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ എ ഒ സി. ആംഗിൾ എ ഒ സി സെയിം ആർക്ക് എ പി സി അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ഒരു പോയിന്റിൽ ഫോം ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ എ ഡി സി. അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റും? സെൻറ്ററിലെ ആംഗിള് ഈ പോയിന്റിലെ ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും. സോ ആംഗിൾ എ ഒ സി ഈസ് ഡബിൾ ഓഫ് ആംഗിൾ എ ഡി സി ആയിരിക്കും. ആംഗിൾ അറ്റ് സെൻറ്റർ ഈസ് ഡബിൾ ദ ആംഗിൾ അറ്റ് ഓൾട്ടർനേറ്റ് ആർക്ക്. അതുപോലെ തന്നെ ആർക്ക് ബി ക്യു ഡി സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ ബി ഒ ഡി. ഈ ആംഗിൾ ബി ഒ ഡി ഈ ആർക്ക് ബി ക്യു ഡി അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഫോം ചെയ്യുന്ന ആംഗിളായ ആംഗിൾ ബി എ ഡിയുടെ ഡബിൾ ആയിരിക്കും. സോ ആംഗിൾ ബി ഒ ഡി ഈസ് ഡബിൾ ഓഫ് ആംഗിൾ ബി എ ഡി. സെയിം റീസൺ. And if I add these two angles, I get angle AOC plus angle BOD. ഇത് രണ്ടും ആഡ് ചെയ്യാം. ആഡിങ് ലെഫ്റ്റ് സൈഡ് ആൻഡ് ആഡിങ് റൈറ്റ് സൈഡ്. 2 angle ADC plus 2 angle BAD എന്ന് കിട്ടും. അതായത് ആംഗിൾ AOC plus angle BOD is equal to 2 into 2 out of the bracket. Since it is common, angle ADC plus angle BAD എന്ന് കിട്ടും. 2 into ഇവിടെ ആംഗിൾ ADCയുടെയും ആംഗിൾ BADയുടെയും സം എന്തായിരിക്കും? Angle ADC this angle, angle BAD this angle. Already we have this angle as 90 degree. Total 180 ആണ്. AB യും CD യും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഈ ആംഗിൾ 90 ആയിരിക്കും. അതുകൊണ്ട് ബാക്കി വരുന്ന ഈ രണ്ട് ആംഗിളിന്റെ സം എത്രയായിരിക്കും? 180 ആണ് ടോട്ടൽ. 180 മൈനസ് ദിസ് 90 ഡിഗ്രി ആയിരിക്കും ഈ രണ്ട് ആംഗിളിന്റെ സമ്മ്. അതായത് ആംഗിൾ ADCയുടെയും ആംഗിൾ BADയുടെയും സമ്മ് 90 ആയിരിക്കും. So we got angle AOC plus angle BOD as 180 degree. അതായത് ഈ രണ്ട് ആർക്ക് ആംഗിൾ AOC എന്ന് പറഞ്ഞ ആർക്ക് APC സെൻട്രൽ ഫോം ചെയ്യുന്ന ആംഗിളാണ്. അതുപോലെ ആംഗിൾ BOD എന്ന് പറഞ്ഞാൽ ആർക്ക് BQD സെൻട്രൽ ഫോം ചെയ്യുന്ന ആംഗിളാണ്. അതായത് ആർക്ക് APCയും ആർക്ക് BQDയും സെൻട്രൽ ഫോം ചെയ്യുന്ന ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി കിട്ടി. So we can say these two arcs together form a half circle. So we can say since sum of the angles formed by arc APC and arc BQD at center is 180 degree, these arcs together form a half circle. Next we are going to learn an important topic, cyclic quadrilateral. A quadrilateral inscribed in a circle such that all its 4 vertices are on the circle is called a cyclic quadrilateral. അതായത് ഒരു സർക്കിളിനുള്ളിൽ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ ആണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇൻസ്ക്രൈബ് എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിനുള്ളിലായിരിക്കണം ഈ ക്വാഡ്രിലാറ്ററൽ വരേണ്ടത്. Important condition is this: all the 4 vertices of the quadrilateral are on the circle. ഈ ക്വാഡ്രിലാറ്ററിന് 4 വെർട്ടിസസും ഈ സർക്കിളിന്റെ സർക്കംഫറൻസിലായിരിക്കണം.
ഓൺ ദ സർക്കിൾ. ഇനി ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇഫ് all four vertices of a quadrilateral are on a circle, then opposite angles are supplementary. അതായത് 4 വെർട്ടിസസും സർക്കിളിൽ വരുന്ന ഒരു ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? സപ്ലിമെന്ററി ആയിരിക്കും. 4 വെർട്ടിസസും സർക്കിളിൽ വരുന്ന ക്വാഡ്രിലാറ്റർ നമ്മൾ സൈക്ലിക് ക്വാഡ്രിലാറ്റർ എന്ന് വിളിക്കും. അതായത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആയിരിക്കും. Sum of the opposite angles of a cyclic quadrilateral is 180 degree. Supplementary means sum must be 180 degree. അതായത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിളിന്റെ സം 180 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ആംഗിൾ എയുടെയും ആംഗിൾ സിയുടെയും സം എന്തായിരിക്കും? ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈസ് 180 ഡിഗ്രി. അതുപോലെ തന്നെ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഓൾസോ 180 ഡിഗ്രി. ഇനി ഇതിൻ്റെ നേരെ കോൺവേഴ്സ്, ഇത് നേരെ തിരിച്ചു പറഞ്ഞാലും കറക്റ്റ് ആയിരിക്കും. അതായത് if the opposite angles of a quadrilateral are supplementary, we can draw a circle passing through all 4 of its vertices. അതായത് ഒരു ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെന്ററി ആണെങ്കിൽ, ഓപ്പോസിറ്റ് ആംഗിളിന്റെ സം 180 ഡിഗ്രി ആണെങ്കിൽ, ആ ക്വാഡ്രിലാറ്ററിന്റെ 4 വെർട്ടിസസിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. അതായത് ആ ക്വാഡ്രിലാറ്റർ എന്തായിരിക്കും? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും. വേറൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് ഇതാണ്. 4 വെർട്ടിസസിന് പകരം ഈ ക്വാഡ്രിലാറ്ററിന്റെ 3 വെർട്ടിസസ് ആണ് സർക്കിൾ എന്ന് വിചാരിക്കുക. ഇഫ് വൺ വെർട്ടെക്സ് ഓഫ് എ ക്വാഡ്രിലാറ്റർ ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ ഡ്രോൺ ത്രൂ ദ അതർ 3 വെർട്ടിസസ്, സം ഓഫ് ദ ആംഗിൾ അറ്റ് ദിസ് വെർട്ടെക്സ് ആൻഡ് ഇറ്റ്സ് ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഈസ് ലെസ് ദാൻ 180 ഡിഗ്രി. അതായത് ഒരു ക്വാഡ്രിലാറ്ററിന്റെ 3 വെർട്ടിസസിൽ കൂടി ഒരു സർക്കിൾ പാസ് ചെയ്യുന്നെന്ന് വിചാരിക്കുക. അതിൻ്റെ ഒരു വെർട്ടെക്സ് സർക്കിളിന് പുറത്താണെങ്കിൽ ആ സർക്കിളിന് പുറത്തുള്ള വെർട്ടെക്സിലെ ആംഗിളിൻ്റെയും അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളിൻ്റെയും സം 180 ഡിഗ്രി കുറവായിരിക്കും. ആൻഡ് സപ്പോസ് ഇഫ് വൺ വെർട്ടെക്സ് ഈസ് ഇൻസൈഡ് ദ സർക്കിൾ ആൻഡ് അതർ 3 വെർട്ടിസസ് ആർ ഓൺ ദ സർക്കിൾ, സം ഓഫ് ദ ആംഗിൾ അറ്റ് ദിസ് വെർട്ടെക്സ് ആൻഡ് ഇറ്റ്സ് ഓപ്പോസിറ്റ് ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ആയിരിക്കും. ഈ പോയിന്റ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഇഫ് വൺ വെർട്ടെക്സ് ഓഫ് എ ക്വാഡ്രിലാറ്റർ ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ ഡ്രോൺ ത്രൂ ദ അതർ 3 വെർട്ടിസസ്, then the sum of the angle at this vertex and the opposite vertex is less than 180 degree. If it is inside the circle, the sum is more than 180 degree. Next, isosceles trapezium ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. Here ABCD is an isosceles trapezium. Do you know what is an isosceles trapezium? If one pair of opposite sides of a quadrilateral are parallel, then it is a trapezium. ഒരു ക്വാഡ്രിലാറ്ററിന്റെ ഒരു ജോഡി എതിർവശങ്ങൾ പാരലൽ ആണെങ്കിൽ അതിനെ നമ്മൾ ട്രപ്പീസിയം എന്ന് പറയും. ഇനി അതിന്റെ നോൺ പാരലൽ സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ആ ട്രപ്പീസിയം നമ്മൾ ഐസോസെലസ് ട്രപ്പീസിയം എന്ന് പറയും അല്ലേ. എ ട്രപ്പീസിയം ഇൻ വിച്ച് നോൺ പാരലൽ സൈഡ്സ് ആർ ഈക്വൽ ഈസ് കോൾഡ് ആൻ ഐസോസെലസ് ട്രപ്പീസിയം. നിങ്ങൾ 8ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഒരു ഐസോസെലസ് ട്രപ്പീസിയത്തിന്റെ ബേസ് ആംഗിൾസ്, ഇവിടെ ബേസ് ആംഗിൾസ് എന്ന് പറയുന്ന ആംഗിൾ എയും ആംഗിൾ ബിയും ആണ്. അത് ഈക്വൽ ആയിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. So here angle A and angle B are equal. ഇനി നമുക്കറിയാം ഇവിടെ ലൈൻ എ ബി ആൻഡ് ലൈൻ ഡി സി ആർ പാരലൽ. ഈ 2 ലൈൻസ് പാരലൽ ആണ്. അതുകൊണ്ട് ഈ 2 ആംഗിളിന്റെ സം എന്തായിരിക്കും? ആംഗിൾ എയുടെയും ആംഗിൾ ഡിയുടെയും സം 180 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണ്? എ ബി ആൻഡ് ഡി സി ആർ പാരലൽ ആൻഡ് എ ഡി is a transversal line cutting them. So these 2 angles, they are co-interior angles. 2 parallel lines ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന co-interior angles ആണ് ഇത് രണ്ടും, ആംഗിൾ എയും ആംഗിൾ ഡിയും. ഈ co-interior anglesന്റെ സം 180 ഡിഗ്രി ആയിരിക്കും if the lines are parallel. Co-interior angles. From equation 1 we have angle A as angle B. അപ്പോൾ നമുക്ക് ആംഗിൾ എക്ക് പകരം ആംഗിൾ ബി എന്ന് കൊടുക്കാം. ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈസ് 180 ഡിഗ്രി എന്ന് കിട്ടും. അതായത് ആംഗിൾ ബിയുടെയും ആംഗിൾ ഡിയുടെയും സം എന്തായിരിക്കും? 180 ഡിഗ്രിയാണ്. അതായത് ഈ ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിളിന്റെ സം 180 ഡിഗ്രി. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. ഒരു ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണെങ്കിൽ ആ ക്വാഡ്രിലാറ്റർ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്റർ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഹിയർ എ ബി സി ഡി ഈസ് എ സൈക്ലിക്
കോട്ടിലാറ്ററൽ. എ ബി സി ഡി എന്താണ്? ഒരു ഐസോസലസ് ട്രപ്പീസിയം ആണല്ലേ. അതായത് എനി ഐസോസലസ് ട്രപ്പീസിയം ഈസ് സൈക്ലിക് കോട്ടിലാറ്ററൽ. We got that an isosceles trapezium is cyclic. അടുത്ത പേജ് നമ്പർ 59 ഫസ്റ്റ് പ്രോബ്ലം ആണ്. കാൽക്കുലേറ്റ് the angles of the quadrilateral in the picture and also the angles between their diagonals. I have written here, let ABCD be the quadrilateral, let O be the point of intersection of the diagonals. നമുക്ക് ഈ ക്വാഡ്രിലാറ്ററിന്റെ എല്ലാ ആംഗിൾസും ആദ്യം കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് ഈ ആംഗിൾ ABD കണ്ടുപിടിക്കാം. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഡയഗ്രം കാണിച്ചിട്ടുണ്ട്. ആംഗിൾ ABD നമ്മൾ പഠിച്ചൊരു തിയറി ഇതാണ്. ഓൾ ആംഗിൾസ് മേഡ് ബൈ ആൻ ആർക്ക് അറ്റ് ഇറ്റ്സ് ഓൾട്ടർനേറ്റ് ആർക്ക് ആർ ഈക്വൽ. അതായത് ഒരാർക്ക് അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഫോം ചെയ്യുന്ന ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും. ഇവിടെ മൈനർ ആർക്ക് ABയുടെ ഓൾട്ടർനേറ്റ് ആർക്കിലെ 2 പോയിന്റ്സ് ആണ് Bയും Cയും. അപ്പോൾ ഈ 2 ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ആംഗിൾ ABD and angle ACD are equal. Angle ABD ഈ ആംഗിളും ആംഗിൾ ACD യും ഈക്വൽ ആയിരിക്കും. ആംഗിൾ ACD given us 30 degree. So angle ABD also we get as 30 degree. ഇത് 30 degree ആയതുകൊണ്ട് ഇതും 30 degree ആയിരിക്കും. All angles formed by an arc at its alternate arc are equal. ഒരു ആർക്ക് അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഫോം ചെയ്യുന്ന ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും. ഇതേ തിയറി ഉപയോഗിച്ച് നമുക്ക് ആംഗിൾ BAC കണ്ടുപിടിക്കാമല്ലോ. ഈ ആംഗിൾ BAC ഏതിന് ഈക്വൽ ആയിരിക്കും? ആംഗിൾ BDCക്ക് ഈക്വൽ ആയിരിക്കും. കാരണം എന്താ? ഇവിടെ മൈനർ ആർക്ക് BC അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഫോം ചെയ്യുന്ന 2 ആംഗിൾസ് ആണ് ആംഗിൾ BACയും ആംഗിൾ BDCയും. ഈ 2 ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇത് 50 ഡിഗ്രി ആയതുകൊണ്ട് ഇതും 50 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ BAC സെയിം ആസ് ആംഗിൾ BDC 50 ഡിഗ്രി. ഇത് നമുക്ക് 50 ഡിഗ്രി കിട്ടും. അതുപോലെ തന്നെ ഈ ആംഗിൾ CAD ഈ ആംഗിൾ ഏതിന് ഈക്വൽ ആയിരിക്കും? ഈ ആംഗിളിന് ഈക്വൽ ആയിരിക്കും. ആംഗിൾ CBDക്ക് ഈക്വൽ ആയിരിക്കും. കാരണം എന്താ? ഇവിടെ മൈനർ ആർക്ക് DC അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഫോം ചെയ്യുന്ന 2 ആംഗിൾസ് ആണ് ഇത് രണ്ടും. അപ്പോൾ ഈ 2 ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ആംഗിൾ CAD ഈസ് ഈക്വൽ ടു ആംഗിൾ CBD. ആംഗിൾ CBD given us 45 ഡിഗ്രി. So angle CAD also 45 degree. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ 2 ആംഗിൾസ് ആണ്. ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യുക. കൺസിഡർ ട്രയാങ്കിൾ ABC. In triangle ABC sum of these 3 angles is 180 degree. Angle ACB plus this angle BAC plus angle ABC. Sum of these 3 angles is 180 degree. Angle ACB we have to find out. So write like that only. Angle BAC നമുക്ക് 50 ഡിഗ്രി ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ആംഗിൾ ABC എന്ന് പറഞ്ഞാൽ ഈ 2 ആംഗിളിന്റെ സം ആയിരിക്കും അല്ലേ. ഇത് 30 ഡിഗ്രി കിട്ടി, ഇത് 45 ഡിഗ്രിയാണ്. അപ്പോൾ ടോട്ടൽ 30 പ്ലസ് 45 അത് 75 ഡിഗ്രി കിട്ടും. is equal to 180 degree. Angle ACB plus 125 is equal to 180 കിട്ടും. Therefore angle ACB is equal to 180 minus 125. Take right side. We get as 55 degree. അതായത് ആംഗിൾ ACB നമുക്ക് 55 ഡിഗ്രി കിട്ടും. ആംഗിൾ ACB 55 ആണെങ്കിൽ ഇവിടെ നോക്കുക, മൈനർ ആർക്ക് AB അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ 2 പോയിന്റ് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾസ് ആണ് ആംഗിൾ ACBയും ആംഗിൾ ADBയും. അപ്പൊ ഈ 2 ആംഗിൾസ് ഈക്വൽ ആയിരിക്കുമല്ലോ. അതായത് ആംഗിൾ ADB ഏതിന് ഈക്വൽ ആയിരിക്കും? ആംഗിൾ ADB ഈസ് സെയിം ആസ് ആംഗിൾ ACB. സെയിം റീസൺ ആണ്. All angles formed by an arc at its alternate arc are equal. ആംഗിൾ ACB 55 ആയതുകൊണ്ട് ആംഗിൾ ADB എത്രയായിരിക്കും? 55 ആയിരിക്കും. ഇനി ഈ ക്വാഡ്രിലാറ്ററൽ ആംഗിൾസ് എല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാം. ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ആർ ആദ്യം ആംഗിൾ A എഴുതാം. ആംഗിൾ A ഈ 2 ആംഗിളിന്റെ സം ആയിരിക്കും 45 plus 50 90 ഡിഗ്രി. ആംഗിൾ B സം ഓഫ് ദീസ് 2 ആംഗിൾസ്
Angle B is equal to 30 plus 45, 75 degree. Angle C, sum of these two angles, 30 plus 55, 85 degree. Angle D, 55 plus 50, 105 degree. So we got all the angles of the quadrilateral ABCD. ഇനി നമുക്ക് ഈ ഡയഗണൽസ് തമ്മിലുള്ള ആംഗിൾസ് കണ്ടുപിടിക്കണം. ടു ഫൈൻഡ് ആംഗിൾസ് ബിറ്റ്വീൻ ദർ ഡയഗണൽസ്. വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇവിടെ ട്രയാങ്കിൾ BOC കൺസിഡർ ചെയ്യാം. ഈ ട്രയാങ്കിൾ BOC, ഈ ട്രയാങ്കിൾ BOC കൺസിഡർ ചെയ്യാം. ഇൻ ട്രയാങ്കിൾ BOC സം ഓഫ് ദ ആംഗിൾ ഈസ് 180 ഡിഗ്രി. അതായത് ആംഗിൾ BOC പ്ലസ് angle OBC plus angle OCB 180 degree. Angle BOC we have to find out. Angle OBC 45 degree. Angle OCB 55 degree is equal to 180 degree. Angle BOC plus 100 is equal to 180 degree. So angle BOC is equal to 180 minus 100, 80 degree. അതായത് ഈ ആംഗിൾ നമുക്ക് 80 ഡിഗ്രി കിട്ടും. ഇനി BOC 80 ആണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ അതേതാണ്? ആംഗിൾ AOD. ആംഗിൾ AOD എന്തായിരിക്കും? രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ഇങ്ങനെയുള്ള രണ്ട് ആംഗിൾസ്. Two angles formed like this when two lines intersect. They are called vertically opposite angles. ഈ vertically opposite angles ഈക്വൽ ആയിരിക്കും അല്ലേ? അതായത് ആംഗിൾ AOD ഏതിന് ഈക്വൽ ആയിരിക്കും? ആംഗിൾ BOC ക്ക് ഈക്വൽ ആയിരിക്കും. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ആംഗിൾ BOC 80 ഡിഗ്രി ആണ്. therefore ആംഗിൾ AOD also we get as 80 ഡിഗ്രി. ഇനി നമുക്ക് ആംഗിൾ AOB കണ്ടുപിടിക്കണം. ആംഗിൾ AOB കണ്ടുപിടിക്കാൻ ഈസിയാണ്. എന്ത് ചെയ്താൽ മതി? ഇതൊരു ലീനിയർ പെയർ ആണ് അല്ലേ? അതായത് AOBയുടെയും BOCയുടെയും സം 180 ഡിഗ്രി ആയിരിക്കും. AOB plus BOC sum of these two angles is 180 degree because they form a linear pair. AOB we have to find. BOC we got as 80 degree. Therefore angle AOB is 180 minus 80, 100 degree. അതായത് ആംഗിൾ AOB നമുക്ക് 100 ഡിഗ്രി കിട്ടും. ആംഗിൾ AOB 100 ആണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ COD എന്തായിരിക്കും? ആംഗിൾ COD is equal to ആംഗിൾ AOB. ആംഗിൾ AOB നമുക്ക് 100 ഡിഗ്രി കിട്ടിയിട്ടുണ്ട്. അത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിരിക്കും. So angle COD also we got as 100 degree. So we got all the angles of this quadrilateral and the angle between the diagonals also. Next second question. Prove that any outer angle of a cyclic quadrilateral is equal to the inner angle at the opposite vertex. ഇത് ഇമ്പോർട്ടൻ്റ് ആയ തിയറമാണ്. ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഒരു ഔട്ടർ ആംഗിൾ അതിന്റെ ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിളിന് ഈക്വൽ ആണെന്ന് വേണം പ്രൂവ് ചെയ്യാനായിട്ട്. ഞാൻ ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ABCD ആയിട്ട് എടുത്തിട്ടുണ്ട്. ലെറ്റ് ABCD be the cyclic quadrilateral in which side AB is extended to E. ഇവിടെ നമ്മൾ AB എന്ന സൈഡ് E വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന ഔട്ടർ ആംഗിൾ ആണ് ആംഗിൾ CBE. ഇതിന്റെ ഇന്നർ ആംഗിൾ അറ്റ് ഓപ്പോസിറ്റ് വെർട്ടെക്സിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ആംഗിൾ CBയുടെ ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ ADC ആണ്. അതായത് ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. വളരെ ഈസിയാണ്. ഫസ്റ്റ് വി ക്യാൻ റൈറ്റ് സം ഓഫ് ദീസ് ടു ആംഗിൾ. ആംഗിൾ ABC പ്ലസ് ആംഗിൾ CBE. ഈ രണ്ട് ആംഗിളിന്റെ സം എന്തായിരിക്കും? ദീസ് ടു ആംഗിൾസ് ഫോം എ ലീനിയർ പെയർ. അതുകൊണ്ട് ഇതിന്റെ രണ്ടിന്റെ സം 180 ആയിരിക്കും. 180 ഡിഗ്രി. Reason they form a linear pair. അതുപോലെ തന്നെ ABCD ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് ഈ രണ്ട് ആംഗിളിന്റെ സം 180 ഡിഗ്രി ആയിരിക്കും. അതായത് ആംഗിൾ ABC പ്ലസ് ആംഗിൾ ABCയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ADC
180 ഡിഗ്രി. ഇതിന് ഇക്വേഷൻ 1 എന്ന് വിളിക്കുക, അതിന് ഇക്വേഷൻ 2 എന്ന് വിളിക്കുക. ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആയിരിക്കും. അതുകൊണ്ടാണ് ആംഗിൾ എ ബി സിയുടെയും ആംഗിൾ എ ഡി സിയുടെയും സം 180 ഡിഗ്രി ആകുന്നത്. Now consider these two equations from equation 1 and 2. ഈ രണ്ട് ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ആർ എച്ച് എസ് 180 ഡിഗ്രി ആണ് അല്ലേ. അതായത് ആർ എച്ച് എസ് ഓഫ് ദീസ് ടു ഇക്വേഷൻസ് ആർ സെയിം. ഇൻ എനി ടു ഇക്വേഷൻസ് if the RHS are equal, definitely the LHS must be equal. So we can say LHS of equation 1 is equal to LHS of equation 2. ഒന്നാമത്തെ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ് ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ സി ബി ഇ, അത് ഏതിന് ഈക്വൽ ആയിരിക്കും? രണ്ടാമത്തെ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ് ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ എ ഡി സി ആയിരിക്കും. ഇനി രണ്ട് സൈഡിലും ആംഗിൾ എ ബി സി കോമൺ ആണല്ലേ. അപ്പോൾ ഇത് രണ്ട് സൈഡിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ ആംഗിൾ എ ബി സിന് റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ ആംഗിൾ എ ബി സി മൈനസ് ആംഗിൾ എ ബി സി എന്ന് വരും, അത് ക്യാൻസൽ ആയി പോകും. സോ വി ഗെറ്റ് ആംഗിൾ സി ബി ഇ ഈസ് ഈക്വൽ ടു ആംഗിൾ എ ഡി സി. ആംഗിൾ സി ബി ഈസ് ഔട്ടർ ആംഗിൾ, ദാറ്റ് ഈസ് ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു angle ADC, inner angle at the opposite vertex. So we got outer angle is equal to inner angle at the opposite vertex. Hope that you understood these problems. Contact me if you have any doubt. Let us meet in next class. Okay, bye.